മുൻ ഉപലോകായുക്ത ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫിനെ ഓംബുഡ്സ്മാനാക്കിയതിൽ ചട്ടലംഘനമെന്ന് പരാതി. ലോകായുക്ത നിയമം ലംഘിച്ചു എന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി. CMDRF ഫണ്ട് തട്ടിപ്പ് കേസിൽ മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചിറ്റ് നൽകിയ ബാബു ജോസഫിന്റെ പുതിയ പദവി കൂടുതൽ വിവാദത്തിലാകുകയാണ്. മുൻ ഉപലോകായുക്ത ജസ്റ്റിസ് ബാബു പി ജോസഫിന് പുതിയ പദവി നൽകി സംസ്ഥാന സർക്കാർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഓംബുഡ്സ്മാനായി ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫിനെ നിയമിക്കാനാണ് സംസ്ഥാന മന്ത്രിസഭ തീരുമാനിച്ചത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റിയ കേസിലെ പരാതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ക്ലീൻ ഷീറ്റ് നൽകിയ ലോകായുക്ത ബെഞ്ചിലെ അംഗമായിരുന്നു അദ്ദേഹം. CMDRF വകമാറ്റിയ കേസിൽ ക്ലീൻ ഷീറ്റ് നൽകിയതിനുള്ള ഉപകാരസ്മരണയായാണ് ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫിന് പുതിയ പദവി നൽകിയതെന്ന വിമർശനവും ഉയരുന്നുണ്ട്. മുൻ ഉപലോകായുക്ത ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫിന് പുതിയ പദവി നൽകാനുള്ള സംസ്ഥാന സർക്കാർ തീരുമാനത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ദുരിതാശ്വാസ നിധി വകമാറ്റിയ കേസിലെ പരാതിക്കാരൻ. ജസ്റ്റിസ് ബാബു പി ജോസഫിനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഓംബുഡ്സ്മാനായി നിയമിക്കാനുള്ള തീരുമാനം CMDRF കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ക്ലീൻ ഷീറ്റ് നൽകിയതിനുള്ള ഉപകാരസ്മരണയെന്നാണ് പരാതിക്കാരൻ RS ശശികുമാർ അഭിപ്രായപ്പെട്ടത്. ഈ നിയമനത്തിനെതിരെ ഗവർണർക്ക് പരാതി നൽകുമെന്നും പൊതുപ്രവർത്തകനും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ പ്രസിഡന്റുമായ RS ശശികുമാർ വ്യക്തമാക്കി. ലോകായുക്ത പദവി വഹിച്ചിരുന്നയാൾക്ക് ഇങ്ങനെ ഒരു പദവി വഹിക്കാനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഗവർണർക്ക് പരാതി നൽകുമെന്നും ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണയാണ് സർക്കാർ തീരുമാനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് മുൻ ഉപലോകായുക്ത ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫിനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഓംബുഡ്സ്മാനെ നിയമിക്കാനുള്ള തീരുമാനമെടുത്തത്. നേരത്തെ ഇദ്ദേഹത്തെ ഫീ റെഗുലേറ്ററി കമ്മീഷൻ ചെയർമാനായി നിയമിക്കാൻ ശ്രമം നടന്നിരുന്നു. അന്ന് CMRDF വകമാറ്റിയ കേസിലെ പരാതിക്കാരൻ RS ശശികുമാർ അടക്കം പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. പ്രതിഷേധങ്ങൾക്കൊടുവിൽ ആ നീക്കത്തിൽ നിന്ന് സർക്കാർ പിൻവാങ്ങുകയായിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ പുതിയ പദവി നൽകിയുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. ജനം, തിരുവനന്തപുരം.